സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾ കാരണം യുവാക്കളും കൗമാരക്കാരും ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാൻ മടിക്കുന്നുവെന്ന് ലൈംഗികാരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് കോണ്ടം പോലുള്ള സുരക്ഷിതമായ മാർഗങ്ങളുടെ ഉപയോഗം കുറഞ്ഞുവരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അയർലൻഡിലെ റോട്ടുണ്ട ഹോസ്പിറ്റലിലെ ഡോക്ടറായ റോണൽ ഡാലിയാണ് ഈ വിഷയത്തെക്കുറിച്ച് നിർണായക വിവരങ്ങൾ പങ്കുവച്ചത്. സ്കൂൾ വിദ്യാർത്ഥികളെ ലൈംഗികാരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന ഡിബങ്കിംഗ് മിഥ്യാപ്രചാരണങ്ങൾ എന്ന പരിപാടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഡാലി പുതിയ തലമുറ നേരിടുന്ന വെല്ലുവിളികൾ തുറന്നുകാട്ടുകയാണ്. അടുത്തിടെ നടന്ന ഒരു അഭിമുഖത്തിൽ ഡോക്ടർ ഡാലി കോണ്ടം ഉപയോഗം സമീപ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞതായി വെളിപ്പെടുത്തി. സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളുടെ ആരോഗ്യപരമായ പെരുമാറ്റങ്ങൾ വിശകലനം ചെയ്ത 2018 ഒരു റിപ്പോർട്ട് പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ 22% യുവാക്കൾ മാത്രമാണ് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാത്തത്. എന്നാൽ 2022 പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ എണ്ണം 34% വർദ്ധിക്കുകയാണ്. ഈ വർധനവ് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ വ്യാപകമാകുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. യുവാക്കളെ ഗർഭനിരോധന മാർഗങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പ്രധാന കാരണം അവ പ്രത്യുൽപാദന ശേഷിയെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള തെറ്റായ ധാരണകളാണ്. ഒരു സർവേയിൽ പങ്കെടുത്ത 60% പേരും ഹോർമോൺ ഗർഭനിരോധന മാർഗങ്ങൾ ഭാവിയിൽ തങ്ങളുടെ പ്രത്യുൽപാദന ശേഷിക്ക് ദോഷകരമാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ആശങ്കകൾക്ക് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലെന്നാണ് ഡോക്ടർ ഡാലി വ്യക്തമാക്കുന്നത്. എല്ലാ ഗർഭനിരോധന മാർഗങ്ങളും സുരക്ഷിതമാണെന്നും ഭാവിയിൽ പ്രത്യുൽപാദന ശേഷിയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ നിലനിൽക്കുന്ന കെട്ടുകഥകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും AI ഉറവിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന തെറ്റായ വിവരങ്ങളിലൂടെയാണ് പ്രചരിക്കുന്നത്. ലൈക്കുകളും വ്യൂസും മാത്രം ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന ഇത്തരം ഉള്ളടക്കങ്ങൾ ശരിയായ ആരോഗ്യ വിദ്യാഭ്യാസം നൽകുന്നില്ല. ഗർഭധാരണം തടയുന്നതിനുള്ള മാർഗമായി ആർത്തവ ചക്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ലൈംഗിക ബന്ധത്തെ പലരും ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ ഈ രീതി വളരെ വിശ്വസനീയമല്ലെന്ന് ഡോക്ടർ ഡാലി മുന്നറിയിപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് കൗമാരക്കാരിൽ ആർത്തവ ചക്രം ക്രമരഹിതമായിരിക്കും. ഇത് ഓവുലേഷൻ നടക്കുന്ന കൃത്യമായ സമയം മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അതിനാൽ ആർത്തവ ചക്രത്തെ മാത്രം ആശ്രയിച്ചുള്ള ഗർഭനിരോധന രീതി ഫലപ്രദമല്ല. സുരക്ഷിതമല്ലാത്ത ഈ മാർഗങ്ങൾ ലൈംഗിക രോഗങ്ങൾക്കും അനാവശ്യ ഗർഭധാരണത്തിനും കാരണമാകും. ലൈംഗികാരോഗ്യം, പ്രത്യുൽപാദനം, സുരക്ഷിതമായ ലൈംഗിക ബന്ധം എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. സ്കൂളുകളിലും കൗമാരക്കാർക്ക് ലഭ്യമായ മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ശരിയായ ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്. വിദഗ്ധർ നേരിട്ട് ക്ലാസുകൾ എടുക്കുകയും സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യുന്നത് ഈ വിഷയത്തിലെ തെറ്റായ ധാരണകൾ മാറ്റാൻ സഹായിക്കും. അതോടൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വിവരങ്ങളെ ശ്രദ്ധയോടെ സമീപിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട്. വിവിധതരം ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. കോണ്ടമാണ് ഗർഭധാരണവും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളും തടയുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവുമായ മാർഗം. ഇതിനു പുറമെ ഹോർമോൺ ഗുളികകൾ, ഹോർമോൺ പാച്ചുകൾ, ഡയഫ്രം എന്നിവയും വളരെ ഫലപ്രദമായ ഗർഭനിരോധന മാർഗങ്ങളാണ്. ഈ മാർഗങ്ങൾ ഒന്നും പ്രത്യുൽപാദന ശേഷിയെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കുന്നില്ല. ദീർഘകാല ഗർഭനിരോധന മാർഗങ്ങളായ ഗർഭാശയത്തിൽ സ്ഥാപിക്കുന്ന കോപ്പർ ടി, ഹോർമോൺ ഇംപ്ലാന്റുകൾ തുടങ്ങിയ വർഷങ്ങളോളം നിലനിൽക്കുന്നതും വളരെ ഫലപ്രദമാണ്. ഇവയുടെ ഉപയോഗവും ഭാവിയിൽ പ്രത്യുൽപാദന ശേഷിക്ക് തടസ്സമുണ്ടാക്കില്ല. ഈ വിഷയത്തിൽ കൃത്യമായ വിവരങ്ങൾ വിദഗ്ധരിൽ നിന്നും വിശ്വസനീയമായ ആരോഗ്യ വെബ്സൈറ്റുകളിൽ നിന്നും മാത്രമേ സ്വീകരിക്കാവൂ. ശരിയായ ലൈംഗികാരോഗ്യ വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്.